അന്നദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ 17 വർഷമായി അന്നദാനം നടത്തിവരികയാണ് തമ്പലക്കാട് മഹാകാളിപ്പാറ അന്നദാന സമിതി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച ഇവർ ഭക്ഷണം നൽകുന്നു. 2009 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് മഹാകാളിപ്പാറ അന്നദാന സമിതി ആദ്യമായി ആശുപത്രിയിൽ ഭക്ഷണം നൽകി തുടങ്ങിയത്. സത്യസായി സേവാ സമിതി നടത്തിവന്നിരുന്ന ഭക്ഷണ വിതരണം ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. തമ്പലക്കാട് മഹാകാളിപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലാണ് വൃത്തിയായി ഭക്ഷണം തയ്യാറാക്കുന്നത്. ജനറൽ ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരുമായി 200ഓളം പേർക്ക് എല്ലാ മാസവും ഇവർ ഭക്ഷണം നൽകുന്നു. 1 രൂപ പോലും പിരിവെടുത്ത് സാധനം വാങ്ങിയല്ല ഭക്ഷണം തയ്യാറാക്കുന്നത്. സുമനസുകൾ അറിഞ്ഞു നൽകുന്ന വിഭവങ്ങളും മഹാകാളിപ്പാറ അന്നദാന സമിതി അംഗങ്ങൾ കയ്യിൽ നിന്നും എടുക്കുന്ന തുകയും ഉപയോഗിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത്. സന്തോഷത്തോടെയാണ് തങ്ങൾ ഭക്ഷണം നൽകുന്നതെന്ന് മഹാകാളിപ്പാറ അന്നദാന സമിതി അംഗം എസ് പ്രദീപ് പറഞ്ഞു. സത്യസായി സേവാ സമിതി പൊൻകുന്നം യൂണിറ്റ് നടത്തിയിരുന്ന അന്നദാനമാണ് കഴിഞ്ഞ 17 വർഷമായിട്ട് നമ്മൾ ഒരു ദിവസത്തെ അന്നദാനം എല്ലാ വ്യാഴാഴ്ചകളും സത്യസായി സേവാ സമിതി അന്നദാനം നടത്തി വരികയായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. അതിൽ ആദ്യത്തെ വ്യാഴാഴ്ച, എല്ലാ മാസത്തിലെയും ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ഇങ്ങനെ ഞങ്ങൾ തമ്പലക്കാട്ട് നിന്നും ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിളമ്പുകയും അതിനുശേഷം ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഭവസമാഹരണം എന്ന് പറയുന്നത് ചില ആൾക്കാർ നമുക്ക് അരി തരുന്ന ആൾക്കാരുണ്ട്. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ 16 വർഷവുമായിട്ട് കൃത്യമായി 10 കിലോ അരി വീതം തരുന്ന ഒരു മഹത് വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ആരും പേരൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ചു തരുന്നവരുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെ വിശേഷ അവസരത്തിൽ ഒരു പ്രാവശ്യത്തെ അന്നദാനത്തിനുള്ള പണം ഞങ്ങൾ തരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്തായിരുന്നാലും അങ്ങനെ പലരുടെയും, എന്നാൽ ആരോടും തന്നെ ഇന്ന് വരെ അത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാൻ പറ്റും, ആരോടും ഇന്ന് വരെ 1 രൂപ പോലും ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയോ പിരിവെടുക്കേണ്ട അവസ്ഥയോ ഉണ്ടായിട്ടില്ല. വെജിറ്റേറിയൻ ആഹാരമാണ് നൽകുന്നത്. ചോറ്, 2 കൂട്ടം ഒഴിച്ചുകറി, 2 തൊടുകറി, അച്ചാർ, പപ്പടം, കുടിവെള്ളം എന്നിവയാണ് നൽകുന്നത്. 17-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സൽപ്രവൃത്തി ഈശ്വരാനുഗ്രഹത്തോടെ ഇനിയും തുടരണമെന്നാണ് ഇവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.